എല്ലാവർക്കും ലതിക ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ കന്യാകുമാരി ബീച്ചും കാര്യങ്ങളും അമ്പലവും എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. കാണാത്തവർ അത് പോയി കാണുക. ഇതിന് തൊട്ട് മുമ്പത്തുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വിവേകാനന്ദ റോക്കാണ്. അവിടേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. ഭയങ്കര വെയിലാണ്, നല്ല ക്യൂ ആണ്, ഇഷ്ടം പോലെ ആൾക്കാർ. ഞങ്ങൾ ഇത്രയും നേരം നിന്ന് വെയിൽ, നല്ല ഗവൺമെൻറ്റാണ്, ഒരു സൗകര്യമില്ല ഇവിടെ. ആൾക്കാർക്ക് നിൽക്കുന്നതിനോ ഒരു മേൽക്കൂരയും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ നല്ല ചൂടാണ്. ചൂടത്ത് ഇപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തല കറങ്ങി വീഴാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയും നല്ല ക്യൂ ആണ് ഇവിടെ. സൗകര്യങ്ങൾ ഇത്രയും വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ക്യൂ ആണ്, ഇങ്ങനെ കറങ്ങി പോവുകയാണ് ക്യൂ. ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആക്ച്വലി ക്യൂ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിരിക്കുകയാണ്. ക്യൂ ഞങ്ങൾ ആ ബോട്ട് വരാനായിട്ട്, ആ ബോട്ടിൽ കയറിയിട്ടാണല്ലോ നമ്മൾ കന്യാകുമാരി റോക്കിലോട്ട് പോകുന്നത്. ബോട്ടിൽ കയറിയിട്ടാണ്, ആ ബോട്ടിൽ കയറി ബോട്ടിലൂടെ യാത്ര ചെയ്ത് കന്യാകുമാരി റോക്കിലെത്തണം. അപ്പോൾ അവിടേക്കുള്ള വെയിറ്റിംഗ് ക്യൂ ആണ്. ഭയങ്കര നല്ല കാറ്റ്, അതായത് മണ്ണ് പറക്കുന്ന കാറ്റ്. കണ്ണൊക്കെ ഭയങ്കര ചുമന്നിരിക്കുകയാണ് എല്ലാവരുടെയും, കാരണം മണ്ണ് വന്നടിക്കുകയാണ് കണ്ണിൽ. അപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും പേരും ആ ഒരു എന്താ പറയുക കയറുന്നതുമൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. ഇത്ര ആ ഒരു വെയിലൊന്ന് മാറി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു ഇതിലേക്ക്. വളരെ സ്ലോയിലാണ് എല്ലാം വിടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ ഇനി അതിരാവിലെ കയറാനായിട്ട് ശ്രമിക്കുക. അമ്മയുടെ പഴയ ഒരു കൂട്ടുകാരിയെ ഞങ്ങൾ കണ്ടുമുട്ടി, കൂട്ടുകാരിയും ഹസ്ബൻഡും. അങ്ങനെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപാട് വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ താമസിച്ചാണ് വന്നതുകൊണ്ട് ഒരു ലേറ്റായി 4 മണി സമയത്തൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ചെറിയ ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ താമസവും വരുന്നത്. കാരണം ഒരു ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് ആൾക്കാരാണല്ലോ. അപ്പോൾ വളരെ നല്ലൊരു സീനറിയാണ്. ഇവിടെ നിന്ന് കന്യാകുമാരി റോക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറാനായിട്ട് പോവാണ് ബോട്ടിലോട്ട്. ബോട്ടിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു വീഗാലാൻഡിലൊക്കെ ഒരു റൈഡിലിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ പൊങ്ങിയും താന്നും ഒക്കെ പോവാണ്. ഭയങ്കര നല്ല കാറ്റും, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വളരെ സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കടലിൽ യാത്ര ചെയ്യുന്ന വളരെ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ വന്ന മിക്ക ആൾക്കാർക്കും പേടിയായിരുന്നു. കുഞ്ഞമ്മയ്ക്കും അവരൊക്കെ ഭയങ്കര പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അവർ കടലിലൂടെ ബോട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര നല്ല പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ്. അതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. സത്യത്തിൽ നമ്മൾ വിചാരിച്ച് എന്തിനാണ് ഈ ബോട്ടിൽ പോകുന്നത്, വേറെ ഒരു പാലമൊക്കെ കെട്ടി അതിലൂടെ നടത്തി കൊണ്ടുപോയപ്പോൾ ഒരേ ആൾക്കാരെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു പാറയിലേക്ക് അടുക്കുകയാണ് നമ്മൾ. വിവേകാനന്ദ പാറ നിങ്ങൾക്ക് കാണാം, അവിടെ ദൂരെ നിന്ന് നോക്കി കാണാൻ പറ്റും. മറ്റ് ബോട്ടുകളും ഉണ്ട്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കന്യാകുമാരി പാറയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളിനി ചെരുപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല കാറ്റാണ്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്.
നിങ്ങൾക്ക് കാണാം റോക്ക്, വിവേകാനന്ദ റോക്ക്. വിവേകാനന്ദ സ്വാമി എൻലൈറ്റൻഡ് ആയിട്ടുള്ള സ്ഥലമാണ്. എൻലൈറ്റൻമെൻറ്റ് ലഭിച്ച, ബോധോദയം ലഭിച്ച സ്ഥലമാണ് വിവേകാനന്ദ റോക്ക്. അത്രയും പവർഫുള്ളും അത്രയ്ക്ക് പവിത്രവുമായിട്ടുള്ള സ്ഥലമാണ്. അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്ത സ്ഥലമാണ്. ആ ദേവിയുടെ കാൽപാദം ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സ്ഥലമാണിത്. കാരണം വിവേകാനന്ദ റോക്കിലേക്ക് പോകുന്ന കാറ്റുകൊണ്ട് സത്യത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഫോണെല്ലാം കുലുങ്ങുകയാണ്, നമ്മൾ തന്നെ കുലുങ്ങുകയാണ്. അത്രയും നമ്മളെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കാറ്റ്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെയാണ് വിവേകാനന്ദ സ്വാമി തപസ് ചെയ്ത ആ ഒരു കല്ല് എല്ലാം ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരുപാട് ക്യാമറ റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലവും കൂടിയാണിത്. അപ്പോൾ ഭയങ്കര നല്ലൊരു വെയിലും ഇളം വെയിലും ഭയങ്കരമായിട്ടുള്ള കാറ്റുമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. കാറ്റ് കാരണം നിൽക്കാൻ പോലും പറ്റത്തില്ല. ഉടുപ്പൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഫുള്ള് പറന്നു പോകും. നമ്മൾ തന്നെ ചെറുതായിട്ട് പൊന്തിപ്പോകുന്ന രീതിയിലാണ് കാറ്റ്. നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ടൊക്കെ അവിടെ എടുക്കുന്നുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ. നമുക്ക് കാണാം. അച്ഛൻ വീഡിയോ എടുത്തുകൊണ്ട് അച്ഛനെ കിട്ടിയില്ല. അപ്പോൾ അച്ഛനെയും ചിറ്റപ്പനെയും ഒരുമിച്ച് നിർത്തിയിട്ട് കുറച്ചങ്ങ് വീഡിയോ അങ്ങ് എടുക്കുകയാണ്. ആർക്കും നിൽക്കുക. അച്ഛൻ്റെ മുടിയൊക്കെ ഉണ്ടോ ഫുള്ള് കാറ്റ് കൊണ്ട് കാറ്റത്ത് പറക്കുവാണ്. ഡ്രസ്സും എല്ലാം. അവിടെ ബുക്കൊക്കെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. ഇത് ബുക്കിൻ്റെ നമ്മൾ വാങ്ങിക്കാൻ പോയ രാമകൃഷ്ണ മിഷൻ്റെ ബുക്സാണ്. ഈ മെഡിറ്റേഷൻ ഹാള് ഭയങ്കര, ഞാനും അമ്മയും പോയി മെഡിറ്റേഷൻ ചെയ്തു. ഭയങ്കര നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളവിടെ ചുമ്മാതെ പോയി ഇരുന്നാൽ തന്നെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വഴുതി വീഴുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോലും കയറേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ കണ്ണടച്ചിരുന്നാൽ തന്നെ നമ്മൾ ആ ഒരു മെഡിറ്റേഷനിലേക്ക് പോകും. അത്രയും ശാന്തതയാണ് ഇവിടെ. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ആ ശാന്തത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാ റോക്കിൻ്റെ അടുത്ത് തന്നെ തിരുവള്ളുവറിൻ്റെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഇപ്പോൾ ഒരു പാലം പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ട് വെട്ടം ഇങ്ങനെ ആ സൂര്യൻ്റെ ആ ഒരു ഇതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മാറി മാറി ആ ഗോൾഡൻ ലൈറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ലൊരു ഫീലാണ്. വിവേകാനന്ദ റോക്കാണത്. പരിപാടി കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് അസ്തമയം കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ബോട്ടിൽ അപ്പോഴത്തേക്കായിപ്പോയി. കാരണം അവിടെ ടൈം ഔട്ടായി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സൂര്യൻ അസ്തമിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം. തിരിച്ച് ഞങ്ങൾ ബോട്ടിലാണ് കേട്ടോ. ബോട്ടിൽ നിന്നാണ് ഞങ്ങളിത് എടുക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ലൈഫിൽ അനുഭവിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ കന്യാകുമാരി എന്നുള്ള ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പോയി തന്നെയാണ് അനുഭവിക്കേണ്ടത്. നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒരു 1000 ഇരട്ടിയാണ് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളത്. ഒരു ക്യാമറയിലും പകർത്താൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിനി അടുത്തത് നിങ്ങളെ കാണിക്കുന്നത് ശുചീന്ദ്രം ടെമ്പിളായിരിക്കും. കന്യാകുമാരി അമ്മയും ശുചീന്ദ്രം അച്ഛനും എന്നാണ്, ശിവനും ദേവിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കാണാം, ഉടനെ തന്നെ കാണാം വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ. അപ്പോൾ ബൈ.